ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇന്നും എന്നും എപ്പോഴും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ ആരാധന സമയം ദൈവം എന്നിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നീണ്ട നാളുകളായി പ്രാർത്ഥിച്ച് മടുത്ത ചില കാര്യങ്ങളാവാം. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് ഒരുപക്ഷെ സാത്താൻ നമ്മുടെ തലയ്ക്കകത്തിരുന്ന് പറയും. എന്നാൽ നീ മടുക്കരുത്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ നിന്നിൽ ഇടപെടും. നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവം ഇടപെടും. തക്ക സമയത്ത് ദൈവം ഇടപെടും. കാരണം ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നിന്റെ കുടുംബം തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ ജീവിതം പെരുവഴിയിലാകാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ ശരീരം രോഗപീഠകളാൽ നശിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. സാമ്പത്തിക ഞെരുക്കത്താൽ നിന്റെ വീട് അസ്വസ്ഥതയിൽ കഴിയുവാൻ ദൈവം അനുവദിക്കുകയില്ല. മക്കളെ ഓർത്ത് നിരന്തരം ഭാരപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല. കുഞ്ഞുങ്ങളില്ലാത്തതിന് ദുഃഖം പേറുന്നവരെ ദൈവം നിന്നിൽ ഇടപെടുന്നു. വിവാഹ ജീവിതത്തിൽ പാളിച്ചകളും തകർച്ചകളുമായി പ്രാർത്ഥിക്കുന്നവരെ ദൈവം നിന്നിൽ ഇടപെടുന്നു. അവിടുത്തെ മഹാകാരുണ്യം നിന്റെ മേൽ പ്രവർത്തിക്കുന്നു. നീ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഇന്നോളം അങ്ങ് ചൊരിഞ്ഞ എല്ലാ കാരുണ്യ പ്രവർത്തികളെയും ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ കർത്താവെ അങ്ങയുടെ കാരുണ്യമാണല്ലോ. അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ ശരണപ്പെടുന്നു. കർത്താവെ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് നൽകാതെ എനിക്കൊന്നുമില്ല. കർത്താവെ, അങ്ങ് നൽകിയതെല്ലാം മാത്രമല്ലേ എൻ്റെ ജീവിതത്തിലുള്ളൂ. സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതം എത്ര തകർന്ന അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിയുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ ഇപ്പം ചിന്തിക്കുകയാണ്, ഒരിക്കലും ഞാൻ രക്ഷപ്പെടുകയില്ല, അത്രയും വലിയ പാപപ്രവൃത്തിയല്ലേ ഞാൻ ചെയ്തത്, ഒരിക്കലും ഞാൻ നന്നായില്ല, ഇത്രയും പേരെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്, ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നു, ഇനി ഞാൻ നന്നാകുമോ, ഇനി ഞാൻ രക്ഷപ്പെടുമോ, ഇനി എൻ്റെ ജീവിതം എന്താവും? രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിക്കണം. അസാധ്യതകളിൽ സാധ്യത നൽകുന്ന ദൈവം നിന്റെ മേൽ കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സാറായിലൂടെ അബ്രാഹത്തിനൊരു കുഞ്ഞുണ്ടാകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം തക്ക സമയത്ത് നിറവേറി എന്നതുപോലെ ഇപ്പോൾ ഈ ആരാധന സമയത്ത് നിന്റെ മേൽ കർത്താവിൻ്റെ ചില വാഗ്ദാനങ്ങൾ നിറവേറുന്നതാണ്. ഒരുപക്ഷെ സാറായിയെപ്പോലെ നീയും ചോദിക്കും, ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? പ്രായമാകുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇനി ഇത് സംഭവിക്കുമോ? ദാസിയായ ഹാഗാറിൽ ഒരു കുഞ്ഞുണ്ടാവട്ടെ, അതിനുവേണ്ടിയുള്ള പരിശ്രമം അത് ബുദ്ധിയുടെ പരിശ്രമമാണ്. എന്നാൽ ദൈവം ഒരുക്കിയ പദ്ധതി അത് നിറവേറപ്പെടും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ദൈവമേ, എൻ്റെ വീട് അത് അങ്ങയുടെ പദ്ധതിയുടെയും വാഗ്ദാനത്തിൻ്റെയും ഭാഗമാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവരെ, നിങ്ങൾ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിശ്വസിക്കണം. എൻ്റെ കയ്യിൽ എൻ്റെ ജീവിത പങ്കാളിയെ ചേർത്ത് വെച്ച ദൈവമാണ്. അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണ്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പരിശുദ്ധ അൾത്താരുടെ മുമ്പിൽ എൻ്റെ ജീവിതം ആരംഭിച്ചതാണ്. കർത്താവെ, ഈ വാഗ്ദാനം ഒരിക്കലും തളർന്നു പോകാൻ അങ്ങ് ഇടവരുത്തല്ലേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്ത ബന്ധങ്ങളിൽ ഏതെങ്കിലും തകർച്ചകളും അവിശ്വസ്തതയും അസ്വസ്ഥതയും സംശയപ്രകൃതിയും വിവാഹമോചനത്തെക്കുറിച്ച് പോലും
ചിന്തിക്കുന്ന അനേക കുടുംബങ്ങളിൽ കർത്താവിൻ്റെ കരുണ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുകയാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഒരുപക്ഷെ നിന്റെ വീട്ടിൽ അപ്രകാരം ഏതെങ്കിലും ബന്ധ തകർച്ച ഉണ്ടെങ്കിൽ അതിനെ സമർപ്പിക്കുക. ഇനി നിങ്ങൾക്ക് പരിചയമുള്ള ആരെയെങ്കിലുമാണ് മനസ്സിൽ ഓർമ്മ വരുന്നതെങ്കിൽ അത് സമർപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അയൽവാസികളാവാം, നിങ്ങളുടെ ചുറ്റുമുള്ള ജീവിതത്തിൽ ആരെങ്കിലും ഇങ്ങനെ വിവാഹമോചനത്തെക്കുറിച്ചോ സംശയപ്രകൃതിയെക്കുറിച്ചോ പരസ്പരം കലഹിക്കുന്ന ജീവിത പങ്കാളിയുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ചില ജീവിതങ്ങളുണ്ടല്ലോ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, കർത്താവേ, അങ്ങയുടെ കരുണയാൽ അവരെ സംരക്ഷിക്കണമേ. കർത്താവേ, ഇവരുടെ ജീവിത വഴികളിൽ അങ്ങ് ഇടപെടണമേ. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായൊരു ശക്തി ഈ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രത്യേകിച്ച് ഭാര്യ ഭർത്ത ബന്ധത്തിൽ കടന്നു വന്നിട്ടുള്ള പൈശാചിക പീഡകളെ യേശുവേ, ഈ പരിശുദ്ധ അൾത്താരിൽ നിന്ന് ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ലഭിക്കപ്പെട്ട അഭിഷേകം അധികാരത്തിൽ ഇപ്പോൾ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന നാരക ശക്തികളെ, പൈശാചിക പീഡകളെ യേശുവിൻ്റെ അത്ഭുത കരുണയുടെ ശക്തിയാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലെ വഴക്കുകളും അസ്വസ്ഥപ്പെടുന്ന ചിന്തകളും യേശുവിൻ്റെ അത്ഭുത കരുണയാൽ ഈ സമയത്ത് വിശുദ്ധീകരിക്കപ്പെടട്ടെ. വലിയൊരു സൗഖ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടട്ടെ. എല്ലാ സംശയ പൈശാചിക പീഡകളും കർത്താവെ കെട്ടുവിട്ടു പോവണമേ. ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റാത്ത വണ്ണമുള്ള എല്ലാ ദുഃഖങ്ങളും കർത്താവെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാല്, യേശുവിന്റെ കരുണയുടെ ശക്തിയാല് ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. നിങ്ങൾക്ക് പരിചയമുള്ള ഓരോ വ്യക്തികളെയും, ഓരോ ഭർത്താവിനെയും ഭാര്യയെയും മനസ്സിൽ കണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. അവിശ്വസ്തതയുടെ കെട്ടുകൾ അഴിയട്ടെ. തെറ്റായ സ്നേഹബന്ധങ്ങളുടെ കെട്ടുകൾ അഴിയപ്പെടട്ടെ. കുടുംബങ്ങളിലേക്ക് സമാധാനം വെളിപ്പെടട്ടെ. വിവാഹ ബന്ധങ്ങളിലുള്ള എല്ലാ തകർച്ചകളും യേശുവേ നിന്റെ കരുണയിൽ സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. നന്നായിട്ട് സ്തുതിക്കട്ടെ. ആരാധന, 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 ആരാധന. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനങ്ങളുടെ മേല്, ഓൺലൈനിൽ പങ്കെടുക്കുന്നവരുടെ മേല് കർത്താവിന്റെ കരുണ വെളിപ്പെടട്ടെ. യേശുവേ, ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ, അവിശ്വസ്തതയുടെ ബന്ധങ്ങളെ കർത്താവെ തകർക്കണമേ. തെറ്റായ ജീവിത വഴികളെ കർത്താവെ തകർക്കണമേ. വലിയൊരു അഭിഷേകം സംഭവിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച്, പ്രത്യേകിച്ച് മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കളെ കർത്താവ് കാണിച്ചു തരുന്നു. നിങ്ങളുടെ മക്കളെ ഓർത്ത് സങ്കടമുണ്ടല്ലോ, ദേ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോളൂ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന ഓരോ അപ്പനും അമ്മയും പ്രത്യേകമായിട്ട് ഈ വിഷയങ്ങൾ സമർപ്പിക്കുക. ചിലപ്പോൾ സഹോദരങ്ങളെ ഓർത്തായിരിക്കും സങ്കടപ്പെടുന്നത്. എൻ്റെ സഹോദരൻ സഹോദരി ഇങ്ങനെയായി പോയല്ലോ. ചില വിഷയങ്ങളിൽ അവർ പെട്ടുപോയിട്ടുണ്ടാവും. മദ്യപാനത്തിൻ്റെ കൂട്ടുകെട്ടുണ്ട്, രാസലഹരിയുടെ കൂട്ടുകെട്ടുണ്ട്, മയക്കുമരുന്നിൻ്റെ കൂട്ടുകെട്ടുണ്ട്. കൂട്ടുകാർ പറയുന്നതാണ് വേദവാക്യം, കുടുംബത്തിലെ മാതാപിതാക്കൾ പറയുന്ന അനുസരിക്കുന്നില്ല. അപ്രകാരമുള്ള ചില ബന്ധങ്ങളുണ്ടല്ലോ. സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഇവിടെ നിൽക്കുന്ന അനേകരുടെ മാതാപിതാക്കളുടെ കണ്ണിലെ കണ്ണുനീരിൻ്റെ ഉത്തരമാണ് കർത്താവ് ഒരുക്കുന്ന ഈ ശുശ്രൂഷ. അതുകൊണ്ട് നന്നായിട്ട് വിശ്വസിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖം മനസ്സിൽ കാണണം. അവരുടെ പേര് പറഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവേ, ഇപ്പോൾ ഈ കരുണയുടെ അഭിഷേകം ഞങ്ങളുടെ മക്കളിലേക്ക്, തെറ്റായ ജീവിത വഴികളിലൂടെ സഞ്ചരിക്കുന്നവരിലേക്ക്, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നോക്കാതെ നടക്കുന്നവരിലേക്ക്, കുടുംബത്തിലെ അനുസരണക്കേടിൻ്റെ ദുരാത്മാവിൽ ജീവിക്കുന്നവരിലേക്ക് കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. അലസമായ ജീവിത വഴിയിലൂടെ നടക്കുന്നവരിലേക്ക് കർത്താവിൻ്റെ കരുണ വെളിപ്പെടട്ടെ. അലസമായ ജീവിതം, ചില ആളുകളുടെ മുഖങ്ങൾ മനസ്സിൽ തെളിയുന്നില്ലേ? ചിലപ്പോൾ അത് കുടുംബനാഥനായിരിക്കാം, കുടുംബനാഥയായിരിക്കാം, മക്കളായിരിക്കാം. നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും അലസമായിട്ട് ജീവിക്കുന്നു, ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കത്തില്ല, എപ്പോഴും വീട്ടിൽ കിടന്നുറങ്ങുന്നു, ഭക്ഷണം കഴിക്കുന്നു, അലസമായ ജീവിതം, ഉല്ലാസപരമായ കാര്യങ്ങൾ മാത്രമേ ഇടപെടുന്നുള്ളൂ. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. ഇപ്പോൾ ഈ സമയത്ത്, ഈ ശുശ്രൂഷ സമയത്ത്, ഓ കർത്താവേ, അങ്ങയുടെ കരുണ അപ്രകാരമുള്ള ആ മക്കളിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് കർത്താവ് ഈ സമയത്ത് കടന്നു ചെല്ലണമേ. കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നോക്കാതെ,
മക്കളുടെ കല്യാണമായിട്ടും ആലോചനയ്ക്ക് പോലും തയ്യാറാകാതെ കുടുംബത്തിൽ അലസമായിരിക്കുന്ന ചില അപ്പന്മാരും അമ്മമാരും ഉണ്ട്. പ്രാർത്ഥിച്ചോ. ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. മടി, അലസത, ഉത്സാഹക്കുറവ്, കർത്താവെ ഈ വിഷയങ്ങളിൽ അങ്ങ് അതിശക്തമായിട്ട് ഇടപെടണമേ. കുടുംബങ്ങളിൽ കർത്താവെ അങ്ങ് അതിശക്തമായിട്ട് ഇടപെടണമേ. നാളുകളായിട്ട് ചില കുടുംബങ്ങളിൽ സഹോദരങ്ങൾ തമ്മിലുള്ള തർക്കം, വഴക്ക് അതിങ്ങനെ പിരിമുറുകി നിൽക്കുന്നു. ഒരു കാരണവശാലും വിട്ടുകൊടുക്കുന്നില്ല. മനസ്സ് പലപ്പോഴും അസ്വസ്ഥമായിരിക്കുന്നു. കുടുംബത്തിലെ സ്വത്ത് തർക്കം പ്രശ്നമാണ്. ദേ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഓ കർത്താവെ, ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് അപ്രകാരമുള്ള തിന്മയുടെ മേഖലകളെ കർത്താവെ കെട്ടുപൊട്ടിക്കണമേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അഭിഷേകം അധികാരത്തിൽ കോട്ടാശ്രമത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകളുടെ ബലം ഇപ്പോൾ ഈ പ്രാർത്ഥന ശുശ്രൂഷ സമയത്ത് കർത്താവെ കുടുംബങ്ങളിലേക്ക് പ്രവർത്തിക്കപ്പെടണമേ. യേശുവേ, അങ്ങയുടെ കരുണ അതിശക്തമായിട്ട് വെളിപ്പെടാൻ പോരാ. കരങ്ങൾ ഉയരട്ടെ, സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ അത്ഭുത ശക്തി, യേശുവിന്റെ കരുണ ദൈവജനത്തിലേക്ക് വെളിപ്പെടുന്ന സമയമാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, ഈശോയെ എന്ന് വിളിച്ച് 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 കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ തകർച്ചകളും, എല്ലാ തിന്മയുടെ ധാരണകളും യേശുവിന്റെ കുരിശിന്റെ ശക്തിയാല്, യേശുവിന്റെ കരുണയാല് ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഓ കർത്താവേ, കരങ്ങൾ ഉയർത്തി പാടുക. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയെ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ച് ദേ എല്ലാ തിന്മകളുടെ നാരക ശക്തികളെയും ബന്ധിച്ചുകൊണ്ട് യേശുവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് നമ്മൾ ഈ സമയത്ത് ഹന്നാമ്പളം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് പ്രത്യേകിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തടസ്സങ്ങളും സമർപ്പിക്കുക. ചില കാര്യങ്ങൾ വിചാരിച്ചിട്ട് കുറേ നാളായി നടക്കുന്നില്ല. ആ തടസ്സത്തിൻ്റെ മേലെ യേശുവിൻ്റെ കരുണ വെളിപ്പെടട്ടെ. ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കുടുംബങ്ങളിലെ ചില കാര്യങ്ങൾ അതങ്ങോട്ട് ശരിയാവുന്നില്ല. നാളുകളായി വല്ലാത്ത ഭാരം, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ദേ യേശുവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക, യേശുവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. ചിലപ്പോൾ വിദേശത്ത് പോകുന്നൊരു കാര്യമാവാം, വിസയുടെ കാര്യമാവും, വിചാരിക്കുന്ന പോലെ നടക്കുന്നില്ല. പഠന കാര്യങ്ങളാവാം, ചില ആഗ്രഹിച്ച ചില വിഷയങ്ങളൊക്കെ എടുത്തു, പക്ഷെ അത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, വലിയ ഭാരം. ഒരുപക്ഷെ വിദേശത്ത് ചെന്നിട്ട് ഇതാ ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്ന ചിലരുടെ സങ്കടതല്ലേ. വിദേശത്ത് ചെന്നു, പക്ഷെ വിചാരിച്ചതുപോലെ കാര്യങ്ങളങ്ങ് ശരിയാവുന്നില്ല. ഒരു പാർട്ട് ടൈം ജോലി ശരിയാവുന്നില്ല, പഠനകാര്യങ്ങൾ വിചാരിച്ചതുപോലെ ശരിയാവുന്നില്ല, താമസ സൗകര്യം ശരിയാവുന്നില്ല, വലിയ വലിയ ഭാരങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നിങ്ങളുടെ തടസ്സം എന്താണോ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ കരുണ, യേശുവിൻ്റെ കരുണ നിന്റെ കുടുംബത്തിലെ ഇന്നോളമുള്ള അനുഗ്രഹത്തിൻ്റെ ഇരട്ടി കൃപ നൽകുന്ന സമയം ഇതാ സംഭവിക്കുന്ന സമയം. ഒരു എക്സ്ട്രാ ഓർഡിനറി അനോയിന്റിങ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിലേക്ക് കടന്നു വരട്ടെ. കർത്താവെ, അങ്ങയുടെ വലിയ അനുഭവം ഈ ദൈവജനത്തിലേക്ക് സംഭവിക്കപ്പെടട്ടെ. കർത്താവെ, ഉള്ളിൻ്റെ ഉള്ളിൽ കാലാകാലങ്ങളായി വെറുപ്പും വിരോധം ഉള്ളവരുടെ വിട്ടുമാറപ്പെടട്ടെ. യേശുവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഈശോയെ, ആമേൻ. നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയെ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചോളൂ. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ കത്തോലിക്ക തിരുസഭയോട് ചേർന്ന് സ്വർഗത്തിലുള്ള ജോൺ പോൾ 2 മാർപ്പാപ്പയോടും ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ചേർന്ന് കർത്താവെ, കർദിനാൾ തിരുസംഘത്തോടും മെത്രാൻ തിരുസംഘത്തോടും ഇപ്പോൾ പോട്ട ആശ്രമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരുടെയും അഭിഷേക അധികാരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്
കാലാകാലങ്ങളായി ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച എല്ലാ വൈദികരുടെയും അഭിഷിക്തരുടെയും കൃപകളോട് ചേർത്ത് വെച്ച്, സമർപ്പിതരുടെ കൃപകൾ ചേർത്ത് വെച്ച്, കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ഇടവക വികാരിയച്ചന്മാരുടെ അഭിഷേക അധികാരത്തോട് ചേർത്ത്, ഇന്നോളം നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള കൂദാശകളുടെ അഭിഷേകത്തോട് ചേർത്ത്, എല്ലാ കൃപകളോടും ചേർത്ത് വെച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കാരണവശാലും ഒരു തിന്മയും ഒരു തടസ്സവും ഒരു പൈശാചിക പീഡയും ഞങ്ങളെ തൊടാൻ അവകാശമില്ല. കാരണം ഞങ്ങൾ കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കുന്നവരാണ്. ഓ കർത്താവേ, ഞങ്ങളിൽ അത് സംഭവിക്കട്ടെ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, 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 വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇതാ നന്നായിട്ട് കയ്യൊക്കെ അടിച്ച് സന്തോഷത്തോടുകൂടെ നിങ്ങൾ പാടി പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ ശക്തി, കരുണയുടെ ശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടുന്ന സമയമാണ്. ഹന്നാമ്പളം തെളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് എല്ലാവരും നന്നായിട്ട് കൈയടിച്ച പോരാ. നല്ല കൈയടി. ആമേൻ. കണ്ണുകളടച്ച് കൈയടിച്ച പോരാ. കണ്ണുകളടച്ച് നന്നായിട്ട് കൈയടിച്ചു, നന്നായിട്ട് കൈയടിച്ചു. ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് തന്നെ ഒരു ശക്തി ഞങ്ങളിൽ വെളിപ്പെടട്ടെ, ഒരു ശക്തി ഞങ്ങൾ വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അലർജി രോഗങ്ങൾ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു, കർത്താവിൻ്റെ കരുണ വെളിപ്പെടുത്തുന്നു. ഒരു അഡ്മിഷനോട് ചേർന്ന് വളരെയധികം കരയുന്ന ആ പെൺകുട്ടിയെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു, ഈശോ നിന്നിൽ ഇടപെടുന്നു. വിശ്വസിച്ച് വിശ്വസിച്ച് കൈയടിച്ച പോരാ. നല്ല കൈയടി. ആമേൻ. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. യജമാനം തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. ഉറക്കെ തിരുരക്തക്കടലിൽ മുക്കണമേ, കാരുണ്യക്കടലിൽ കഴുകണമേ. തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. ഈശോയേ, ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. കുരിശിൽ ഈശോ മിശിഹ ചിന്തിയ തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം. വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം. കുരിശിൽ ഈശോ മിശിഹ ചിന്തിയ തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം. വിടുതൽ നേടാൻ വിലയായി നൽകിയ തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം. ആത്മാവിൽ പുതുജീവൻ നൽകും തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം. തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം. തിരുരക്തത്തിനഭിഷേകം, തിരുരക്തത്തിനഭിഷേകം. തിരുരക്തക്കടലിൽ മുക്കണമേ, കൈകളുയർത്തി കാരുണ്യക്കടലിൽ കഴുകണമേ. കൈകളടിച്ച് തിരുരക്ത കോട്ട കെട്ടി കാക്കണമേ, തിരുരക്ത അഭിഷേകം നൽകണമേ. ഈശോ വിളിച്ചേ. ഈശോയേ,
നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. വിളിച്ച ഉച്ചത്തില് ഈശോയേ, ഈശോ നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ഈശോ, ഈശോയേ, നിന്റെ കരുണയിൽ ആശ വയ്ക്കുന്നു. രണ്ട് കരങ്ങള് സ്വർഗത്തിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ ഈശോയേ. ഈ ശുശ്രൂഷ സമയത്ത് കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാലാകാലങ്ങളായി പീഡിപ്പിക്കുന്ന തിന്മയുടെ നാരക ശക്തികൾ യേശുവിന്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിച്ച് വിടുവിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആശ്രയിക്കുന്നു. പാരമ്പര്യ രോഗപീഠകൾ, പാരമ്പര്യ തടസ്സങ്ങൾ, കുടുംബങ്ങളിലെ അഴക്കുകൾ, അസ്വസ്ഥതകൾ യേശുവേ തിരുരക്തത്താല്, തിരുകുരിശിനാല്, യേശുവിന്റെ നാമത്താല് ഈ ശുശ്രൂഷ സമയത്ത് വിട്ടു പോകട്ടെ. ഒരു പുതിയ അഭിഷേകം ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അതിശക്തമായ കരുണയുടെ കൃപ നമ്മുടെ എല്ലാവരുടെയും, ഒന്നോ രണ്ടോ പേരല്ല കേട്ടോ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ശിരസിന് മുകളിൽ ദേ വരൾച്ചയുടെ താഴ്വരയിൽ മഴക്കാറ് പോലെ കർത്താവിൻ്റെ കാരുണ്യം ദേ നിന്റെ മേൽ വെളിപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു. വിശ്വസിച്ചോണം. നീ അത് വിശ്വസിച്ച് അത് ഏറ്റെടുക്കണം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നീ പ്രാർത്ഥിച്ചോണം. നിന്റെ ശിരസിന് മുകളിൽ കർത്താവിൻ്റെ കാരുണ്യമുണ്ട്. ഒരിക്കലും നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ കുടുംബം നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കുകയില്ല. കർത്താവിൻ്റെ വാഗ്ദാനം അത്രമേൽ ശക്തമാണ്. നിന്റെ വ്യക്തി ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ. നിനക്കുണ്ടായ പരാജയം അത് നീ തകരാൻ ദൈവം അനുവദിക്കില്ല. കർത്താവ് ആ സഹോദരനോട് പറയുന്നു, സഹോദര, നിനക്കുണ്ടായ പരാജയം അത് നീ തകരാൻ ദൈവം അനുവദിക്കില്ല. ആ പരാജയത്തിലൂടെ കർത്താവ് നിന്നെ പുതുക്കിപ്പണിയും. ഒരു വിസ റിജക്ഷൻ വന്നതിന് ശേഷം വലിയ നിരാശയിൽ കഴിയുന്ന ഒരു വ്യക്തിയോടാണ് കർത്താവ് പറയുന്നത്, ഇന്നത്തെ നിന്റെ പരാജയം കർത്താവ് പുതുക്കിപ്പണിയും. നീ ഭാരപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട. കർത്താവ് ചെസ്റ്റ് ഇൻഫെക്ഷനുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഈശോയുടെ കാരുണ്യം നിന്റെ മേൽ ഒഴുകുന്നു. ഈശോയുടെ കാരുണ്യമാണ് നിന്റെ മേൽ ഒഴുകുന്നത്. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണം. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും നിങ്ങളായിരിക്കുന്നിടങ്ങൾ നന്നായി പ്രാർത്ഥിച്ചോളൂ. കർത്താവിൻ്റെ കരുണ നിന്റെ ശിരസിന് മുകളിൽ ഇതാ കഷ്ടതയിൽ നിന്റെ മുമ്പിൽ ഒരു മഴക്കാറ് പോലെ വരൾച്ചയുടെ ഈ താഴ്വരയിൽ കർത്താവ് ഇടപെടുന്നു. നീ വിശ്വസിച്ചോണം, വിശ്വസിച്ചോണം. നമുക്ക് സാധിക്കുന്നവർ മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി. വരൾച്ചതൻ താഴ്വരയിൽ ഒരു മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവെ, ഞാൻ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ഈശോയുടെ നേരെ നോക്കി കൈകൾ കൂപ്പി നമുക്ക് ഈ ഗാനത്തിൻ്റെ വരികൾ പാടി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. വരൾച്ചതൻ നാളുകളിൽ മഴക്കാറു പോലെ കഷ്ടതയിൽ കർത്താവിൻ കരുണയാശ്വാസം. മിഴിനിറയും മനമിടറും കൈപ്പേറും ജീവിതം തളരാതെ കാത്തിടും നിൻ കരുണയാശ്വാസം. വരൾച്ചതൻ നാളുകളിൽ മഴക്കാറു പോലെ കഷ്ടതയിൽ കർത്താവിൻ കരുണയാശ്വാസം. മിഴിനിറയും മനമിടറും കൈപ്പേറും ജീവിതം തളരാതെ കാത്തിടും നിൻ കരുണയാശ്വാസം. യേശുവേ നിന്നിലാശ്രയം കരുണയാൽ എന്നിൽ ചേർത്തിടണേ.
യേശുവേ നിന്നിലാശ്രയം കരുണയാലെന്നിൽ ചേർത്തിടണേ യേശുവേ നിന്നിലാശ്രയം കരുണയാലെന്നിൽ ചേർത്തിടണേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ ദേശമുണർന്നാൽ